ഹേ സിനിമൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചത്ത പച്ച എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ആ സിനിമ നമ്മുടെ അദ്വൈത് നായരാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വിശാഖ് നായരുണ്ട്, അർജുൻ അശോകനുണ്ട്, റോഷൻ ഉണ്ട്, ഇഷാൻ ഉണ്ട്. അങ്ങനെ ഒട്ടനവധി നല്ലൊരു കാസ്റ്റ് തന്നെ ഉണ്ട്. സിനിമ പറ്റി പറയാനാണെങ്കിൽ പൊളി സിനിമയാണ്. നല്ല ഗംഭീര കാസ്റ്റിംഗ് ആയപ്പോലും, പിന്നെ അതുപോലെ മേക്കിംഗ് ആയപ്പോലും, സിനിമാറ്റോഗ്രഫി, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വൻ പൊളി തന്നെയാണ്. ഇതൊരു പക്ക തിയേറ്ററിൽ പടമാണ്. നിങ്ങൾ OTT വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു വൈബ് കിട്ടില്ല. ആ ഓഡിയൻസിന്റെ ഒപ്പവും എപ്പോഴും ഞാൻ പറയണത് തിയേറ്റർ ഒരു പ്രത്യേക വൈബാണ്. ഇത് പക്ക തിയേറ്റർ മെറ്റീരിയലാണ്. കാരണം ആ ഇടി, WWE, ആ ഫൈറ്റ് സംഭവങ്ങളൊക്കെ തിയേറ്ററിൽ മിസ്സാവാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയാണ്. നിങ്ങൾ കണ്ടവരാണ് ജസ്റ്റ് അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഓരോരുത്തരെ പറ്റി പറയാം. നമ്മുടെ വൈശാഖ് നായരാണ് ഈ സിനിമയിൽ വൻ പൊളി. അതായത് പുള്ളി ഒരു വില്ലൻ ഷെയ്ഡുള്ള കഥാപാത്രമാണ്. ഒരു കോമഡി പടത്തിൽ ത്രൂ ആയിട്ട് ഒരു കോമഡി പിടിച്ചിട്ടുണ്ട്. പക്ക അങ്ങനെ മാസ് പരിപാടി മാത്രമല്ല. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ അർജുൻ അശോകന്റെ കഥാപാത്രമാണ് ലോബോ. ആ ഒരു പുള്ളിക്ക് ആ കഥാപാത്രം നല്ല എടുക്കാൻ പറ്റിയൊരു വെയിറ്റ് എടുത്ത അങ്ങനത്തെ ഒരു കഥാപാത്രം തന്നെയാണ്. അതായത് പാകപ്പെട്ട ഒരു കഥാപാത്രം തന്നെയാണ്. പിന്നെ നമ്മുടെ ഇഷാൻ ഉണ്ട്, അതായത് മാർക്കോ സിനിമയിലെ നമ്മുടെ എല്ലാവർക്കും ആ ഒരു അന്ധനായിട്ടുള്ള കഥാപാത്രം ചെയ്തത് പുള്ളിക്കാരനുണ്ട്. പിന്നെ റോഷൻ മാത്യൂസ് ഉണ്ട്, പുള്ളിയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഭിനയമൊന്നും ആരുടെ മോശം എന്ന് എനിക്ക് അങ്ങനെ പറയാനില്ല. പിന്നെ ഒരു ചെറിയൊരു ക്യാമിയോനെ പറ്റി പറയാനുണ്ട്. ഞാനൊരു വീഡിയോ ലാസ്റ്റ് പറയാം. അത് നമുക്ക് നല്ല പോസിറ്റീവൊക്കെ പറയാം. പിന്നെ സിദ്ദിഖിൻ്റെ ആയിട്ട് അത്യാവശ്യം കുറച്ച് റോളുള്ളൂ. പിന്നെ മിനോൻ എന്നൊരു പയ്യൻ, അതായത് നമ്മുടെ ഹോം, ജിലേബി, സ്കൂൾ ബസ് അങ്ങനത്തെ സിനിമയിലൊക്കെ അത്യാവശ്യം നല്ലൊരു പരിചിതമായിട്ടുള്ള മുഖം തന്നെയാണ്. പുള്ളിയും ഇതിലൊരു ഒരു റെസ്ലിംഗ് പരിപാടിയിലെ ഒരു അനൗൺസർ ആയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ഉള്ള ക്യാരക്ടേഴ്സ്. പിന്നെ ഒരു 3 ക്യാരക്ടർ, അവരുടെ പേര് എനിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല. ഒരു അത്യാവശ്യം വണ്ണമുള്ള ഒരാളും, പിന്നെ രണ്ട് കഥാപാത്രം, പിന്നെ ഒരു ഗേൾ കഥാപാത്രമുണ്ട്. അത്യാവശ്യം അവരുടെ ഫൈറ്റും സംഭവങ്ങളൊക്കെ WWE പരിപാടി, അതായത് എന്താ അറിയാലോ, കൊച്ചിയിലെ ഒരു WWE പരിപാടിയാണ്. അത് അവർ ഫസ്റ്റ് ഹാഫിൽ നല്ല ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. പ്രീ ഇന്റർവെല്ലിലെ ആ സീൻ, അതൊരു ഗംഭീര സിനിമ, വൻ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. തിയേറ്ററിൽ ആരും മിസ്സാക്കരുത്. ആ റൗഡി, പിന്നെ മേക്കിംഗ് എടുത്തു പറയാം. കാരണം ഈ സിനിമയുടെ സ്റ്റോറി ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റോറിയൊക്കെ തന്നെയാണ്. ഇത്ര വലിയ അത്ഭുതമൊന്നും സ്റ്റോറിയിലൊന്നുമില്ല. ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. അതുകൊണ്ട് സ്റ്റോറി നമുക്ക് അതിന് എടുത്തു പറയാനൊന്നുമില്ല. ആ സ്റ്റോറീനെ കവച്ച് വെച്ചിട്ടാണ് അവർ മേക്കിംഗ് പിടിച്ചിരിക്കുന്നത്. മേക്കിംഗ് പിടിച്ചിരുന്ന ചില സിനിമകൾ അങ്ങനെയാണ്. മേക്കിംഗ് ഗംഭീരമാക്കിയ പിന്നെ നമ്മുടെ സ്റ്റോറി അങ്ങോട്ട് മറന്നു പോകും. കാരണം എനിക്ക് സ്റ്റോറി കണക്റ്റായി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ചെറിയൊരു സ്റ്റോറിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. മേക്കിങ്ങിലാണ് പിടിച്ചിരിക്കുന്നത്. ആ കളർ ഗ്രേഡിങ്ങും പിന്നെ മേക്കിങ്ങും ഫൈറ്റ്, എസ്പെഷ്യലി ഈ സിനിമയുടെ ആക്ഷൻ ആണല്ലോ ഏറ്റവും കൂടുതൽ പ്രധാനമുള്ളത്. അത് അവർ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രം മതി. ചില സീൻസൊക്കെ നമുക്ക് റീവാച്ച് ചെയ്യാം. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ തന്നെ. ഫസ്റ്റ് ഹാഫാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സെക്കൻഡ് ഹാഫും ഒരു ഓക്കെ ഫീൽ തന്നെയാണ്. പിന്നെ മെയിൻലി എടുത്ത് പറയേണ്ടത് ഇതൊക്കെയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് പിള്ളേരുണ്ട് നമ്മുടെ, അതായത് അർജുൻ അശോകന്റെ ഒപ്പമുള്ള, അതായത് റോഷൻ മാത്യൂസിന്റെ മകളായിട്ട് അഭിനയിച്ച ചെറിയ കൊച്ചും, പിന്നെ തുടക്കത്തിലെ 3 ഇവരുടെ ചെറുപ്പകാലം അഭിനയിച്ച കുറച്ച് പിള്ളേരുണ്ട്. അവരൊക്കെ വൻ നൈസ് തന്നെയായിരുന്നു. ഈ പിള്ളേരുടെ പരിപാടി പിടിക്കുമ്പോൾ പറയുമ്പോൾ, അതായത് മേ ബി ക്രിഞ്ചായിട്ട് തോന്നാം. എസ്പെഷ്യലി ബബ്ബ എന്ന സിനിമയിലൊക്കെ ത്രൂ ആയിട്ട് പിള്ളേർ യൂസ് ചെയ്തെങ്കിൽ പോലും ഭയങ്കര ക്രിഞ്ചായിട്ട്, ഭയങ്കര ബോറായിട്ട് തോന്നി. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയില്ല. ആ 3 പിള്ളേരും പിന്നെ ആ ചെറിയ പെൺകൊച്ചൊക്കെ നൈസ് തന്നെയായിരുന്നു. അവരുടെ അഭിനയവും അത് നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ക്രിഞ്ചെന്നൊന്നും പറയാനില്ല. പിന്നെ ഫൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം നല്ല രസമുള്ള ഫൈറ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മിസ്സാക്കാണ്ട് പോയി കാണാം. ഇനി നമുക്ക് ക്യാമിയോനെ പറ്റി കിടക്കാം. മെയിനായിട്ട്, അതായത് വില്ലായിട്ട് സംസാരിക്കേണ്ട കാര്യമൊന്നുമല്ല, കാരണം ചെറിയൊരു റോളാണ്. നമ്മുടെ മമ്മൂക്കയാണെന്ന് എല്ലാവർക്കും അറിയാം. വാൾട്ടർ, അതായത് ബുള്ളറ്റ് വാൾട്ടർ എന്നാണ് മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ പേര്. ഈ സിനിമയുടെ ത്രൂ ഔട്ട് പറയുന്നുണ്ട്, വാൾട്ടറിന്റെ പിള്ളേരെ തൊടാൻ ആരുമില്ലടാ എന്നുള്ള രീതിയിൽ വാൾട്ടറിന്റെ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ പറയുന്നുണ്ട്. അതായത് അത്ര ഹൈപ്പ് ചെയ്ത് വെച്ചൊരു കഥാപാത്രമാണ്. പൊതുവെ മമ്മൂട്ടി ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം പ്രതീക്ഷിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ബ്രഹ്മയുഗമായ പോലും ക്യാരക്ടർ സെലക്ഷൻ, അതുപോലെ സ്ക്രിപ്റ്റ് സെലക്ഷൻ എല്ലാം ഗംഭീരം തന്നെയാണ്. നമ്മുടെ ഡൊമിനിക് റോഡ്രിഗസ് ഒക്കെ അങ്ങനെ ഒരു ഫെയിലായ പടമാണെങ്കിൽ പോലും നൈസ് ആയിരുന്നു. അതായത് മമ്മൂട്ടിയുടെ അഭിനയത്തിൽ ഒരു ഫാൾട്ട് പറ്റാറില്ല ഈ കുറച്ച് ഒരു 4-5 വർഷമായിട്ട്. പിന്നെ ബസുക ഞാൻ കണ്ടിട്ടില്ല, OTT വരണുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ ഒരു അർഹതയില്ല. അത് വരട്ടെ. പിന്നെ ബസുകളുടെ ചില പരിപാടിയൊക്കെ ഇതിലും കാണിച്ചിട്ടുണ്ട്. കാരണം ബസുകളെ കുറച്ച് ഇൻസ്റ്റയിലെ ഗ്ലിംസ് ഒക്കെ ഞാൻ കണ്ടുകൊണ്ട് അതിലെ കുറച്ച് പരിപാടി ഇതിലും ഉണ്ട്. പിന്നെ മമ്മൂട്ടിയൊക്കെ എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല. മമ്മൂട്ടി സ്ക്രീനിൽ പറഞ്ഞു വാൾട്ടറിന്റെ കഥാപാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ
അയ്യേ ഇതെന്താണെന്നുള്ളൊരു തോന്നലാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം കോസ്റ്റ്യൂം കൊള്ളില്ല, പിന്നെ ആ മട്ടാഞ്ചേരി എന്താ കൊച്ചി സ്ലാങ് ഒക്കെ പിടിച്ചെങ്കിൽ പോലും നമ്മുടെ ഭീഷ്മയിലൊക്കെ അദ്ദേഹം നല്ല മികച്ചതായിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് പിന്നെ അതിനെപ്പറ്റിയൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇതിലൊക്കെ വന്നപ്പോൾ അത് ബോറായിട്ട് തോന്നി. പിന്നെ കോസ്റ്റ്യൂം ആയാലും കൊള്ളില്ല, പിന്നെ എന്താ ഒരു പഞ്ച് വന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ തുടക്കം മുതൽ അവര് നിങ്ങൾക്ക് ട്രെയിലർക്ക് വാൾട്ടർ 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 എന്ന് പറഞ്ഞുകൊണ്ട് കാണും. അപ്പൊ എന്തായാലും ആ കഥാപാത്രത്തിന് അത്രയും ഒരു ഹൈപ്പ് ഉണ്ട്, സിനിമയിൽ തന്നെ ഹൈപ്പ് ഉണ്ട്. നോർമലി ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ആ കഥാപാത്രത്തിന് ഹൈപ്പ് ഉണ്ട്, ഒരു പഞ്ചുണ്ട്, ഓറ വേണം, സ്വാഗ് വേണം. ഇതൊക്കെ അവിടെ നഷ്ടപ്പെട്ടു. വാൾട്ടർ ഇങ്ങനെ വരണു ചുമ്മാ ഇടി എന്നൊക്കെ പറഞ്ഞാൽ മമ്മൂട്ടി എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ഇടി ജസ്റ്റ് ഒന്ന് കിട്ടിയിരുന്നു, അങ്ങനെ ഉള്ളൂ. കാരണം ഗുസ്തിക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു പവർ വരുന്നില്ല ആ കഥാപാത്രത്തിന്. അതാണ് മെയിൻ ആയിട്ട് പറ്റിയിരിക്കുന്നത്. അതായത് ഇത്രയും നല്ല ഭംഗിയായിട്ട് വന്ന പടം ആ ലാസ്റ്റ് എത്തിയപ്പോൾ ഒറ്റ ഒരു ഗ്രാഫ് അങ്ങോട്ട് ഡൗൺ ആയി പോയി. ആ ഒരൊറ്റ സീൻ, മമ്മൂക്കയുടെ ആ സീൻ മാത്രം. പൊതുവെ മമ്മൂക്ക ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ നല്ലൊരു റോൾ തന്നെ ആയിരിക്കാം വിചാരിച്ചത്, പക്ഷെ അത് ഒരു വലിയ രസമില്ലാത്ത റോൾ തന്നെ ആയിപ്പോയി. എന്തായാലും മമ്മൂട്ട അന്യഭാഷ സിനിമയിൽ ഒരു ഏജന്റ് അതിന്, അതും എല്ലാവരും അറിയാലോ, ബോറായിരുന്നു. അപ്പോൾ ക്യാമിയോ റോൾസ് ഒക്കെ മമ്മൂട്ടി ഇത്തിരി കൂടെ കെയർ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മോഹൻലാലിന്റെ ബബ്ബ എന്ന സിനിമയിലും അദ്ദേഹത്തിന്റെ ക്യാമിയോ കുഴപ്പമില്ലാത്ത രീതിയിൽ ചില സീൻസൊക്കെ ബോറായിരുന്നു, എങ്കിലും ചിലതൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ഇതും ഒട്ടും അങ്ങനെ നല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് കുറച്ചുള്ളൂ സിനിമയിൽ, അത് അത്ര വലിയ എടുത്ത് മറിച്ച് നിൽക്കുന്നതിന് പോലും. പക്ഷെ ഈ വാൾട്ടർ എന്ന് പറഞ്ഞ് ആ കഥാപാത്രം നല്ല ബിൽഡപ്പായി വന്നായിരുന്നു. പക്ഷെ വാൾട്ടറിൽ എത്തിയപ്പോൾ ആ സ്വാഗതമൊക്കെ പോയി. അപ്പൊ എന്തായാലും സിനിമ അത് മാത്രമാണ് എനിക്കൊരു ചെറിയ നെഗറ്റീവായിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ തിയേറ്ററിൽ വൻ എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമയാണ്. എൻ്റെ ഒപ്പമുള്ളതൊക്കെ നല്ല ഓഡിയൻസ് ആയിരുന്നു. വൻ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ പോയി കാണാം. സിനിമയെ പറ്റി ഇത്രയൊക്കെയാണ് ഏകദേശം പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും പോയി കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് കാണാം.